ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ ഇന്നും ഉടുപ്പിയിൽ തന്നെയാണ്. ഇപ്പോൾ കാറിൽ കയറി ഒരു സഞ്ചാരം, വേറൊന്നുമല്ല, ഇന്നൊരു ഫുഡ് ടൂറാണ്. ലഞ്ച് ടൈം. ആദ്യം ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നോൺ വെജ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലും പോവാം. രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ്. സത്യം പറഞ്ഞാൽ ഉടുപ്പി മാംഗ്ലൂർ എന്നൊക്കെ പറയുമ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് സീ ഫുഡ്, അതായത് നോൺ വെജ് ഐറ്റംസിനും വെജ് ഐറ്റംസിനും. രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട് ഇവിടെ ധാരാളമായിട്ട്. അപ്പോൾ അങ്ങനൊരു ബ്ലെൻഡിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റ്, ഫേമസ്. അങ്ങനെ ലഞ്ച് ടൈം വുഡ്ലാൻഡ്സ് റെസ്റ്റോറൻറ്റിൽ എത്തുന്നു. നല്ലൊരു വെജിറ്റേറിയൻ താലി കഴിക്കാം. സൂപ്പർ തിരക്കാണ് ഇവിടുത്തെ ഉച്ചക്കലത്തെ മീൽസ്. ഭയങ്കര തിരക്കാണ്. എൻ്റെ ദൈവമേ, ഇപ്പോൾ സമയം 1 മണിയായിട്ടേ ഉള്ളൂ. ദിസ് ഇസ് ഫോർ ദി താലീസ്. നോർത്ത് ഇന്ത്യൻ താലിയുണ്ട്, സൗത്ത് ഇന്ത്യൻ താലിയുണ്ട്. നോക്കട്ടെ ഏത് വേണമെന്നേ. സൗത്ത് ഇന്ത്യൻ താലിയെ പറയാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അതായത് താലി മീൽസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ മീലാണെങ്കിൽ ഒരു സൂപ്പ്, റോട്ടി, ബട്ടർ നാൻ, 3 സൈഡ് ഡിഷസ്, 1 കപ്പ് ഫ്ലേവേർഡ് റൈസ്, പപ്പട്, റേത്ത, തൈര്, പിന്നെ റൈസ്, സ്വീറ്റ്, ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. ഈ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ താലി 230 രൂപയുള്ളതുണ്ട്. റെഗുലർ ഉടുപ്പി മിനി മീലും ഉണ്ട്. ഉടുപ്പി മിനി മീലെന്ന് പറയുമ്പോൾ എന്തൊക്കെയറിയോ, 2 പൂരി, 1 ബൗൾ റൈസ്, പിന്നെ അതിൻ്റെ ചാറ്, എനിക്ക് സാമ്പാർ, ഗാശി, തോവേ, ഇതൊക്കെ ഇവിടുത്തെ കറികളാണ്. ഡ്രൈ വെജ്, 1 അപ്പളം, 1 കപ്പ് തൈര്. അത് മിനി മീൽസ് ഉടുപ്പി സ്റ്റൈൽ. അത് 155 റുപ്പീസ് ഉള്ളി. പിന്നെ 230 ഒരു സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ താലി പറഞ്ഞാൽ സൂപ്പ് തൊട്ട് തുടങ്ങും. പൂരി, കുറുമ, റൈസ്, അപ്പളം, തോവേ, റൈവേ, കപ്പ്, സ്വീറ്റ് വന്ന. ഓക്കെ, നമുക്ക് സൗത്ത് ഇന്ത്യൻ ഉടുപ്പി മിനി മീൽ മതി. അതെ, ഇതിൽ എക്സ്ട്രാ വരുന്ന ഐസ്ക്രീമാണ്. നമുക്ക് ഐസ്ക്രീം അല്ലാതെ വാങ്ങിക്കാം. അല്ലാതെ ഇവിടെ ഒരു ഐസ്ക്രീം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഗഡ്ബഡൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്പെഷ്യലായിട്ട് അമേരിക്കൻ ചോക്കോ നട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, മിനി മീൽസ് ഉടുപ്പി സ്റ്റൈലത്തിൽ കഴിഞ്ഞു. 2 ചപ്പാത്തീസ്. ഇത് അപ്പളമല്ലല്ലോ, ഇത് പപ്പടമാണ്. സൂപ്പർ. പിന്നെ ഒരു ദാൽ, ഒരു പൊരിയൽ പോലെ ഒരു സാധനം. ഇത് ഇവരുടെ ഭാഷയിൽ വേറെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ദാൽ ഇസ് തുവേൽ. ഓക്കെ, Palya. Okay, so paisam, and this is avil kuttu. Okay, this sambar. This is sambar. Rasam. This sar. Udupi sar. Udupi rasam. Sar. Yes. Okay. Delicious. This sambar. This is sambar. Yes. But this is a mini Udupi meal. But it is like gashi. Gashi means this today kuttu. Kuttu is gashi. Yeah. Okay. Daily menu change. Oh, okay. Sar is this. This and sambar. Sambar and okay. This is not appalam. This is pappadam, no? Chapati. Okay. Puri, alpuri. Oh, okay. Okay, thank you. And rice. പേരെല്ലാം വ്യത്യസ്തമായിട്ട് വരുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, തുടങ്ങാം. റൈസ് കുറച്ചെടുക്കും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പൊന്നി റൈസ് പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. നല്ല വൈറ്റ് റൈസ്. എനിക്കിത് 2 സ്ഥലത്തുനിന്ന് കഴിക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇത് വെജിറ്റേറിയൻ, അതുകൊണ്ട് ഇച്ചിരി കഴിക്കാം. ഒരുപാട് കഴിക്കില്ല. പിന്നെ നമുക്കൊരു നോൺ വെജ് കടയിലും കൂടി പോകണം. ഓക്കെ, സമയത്തിനെത്തിയാൽ. ആദ്യം ചപ്പാത്തി ചെറുതല്ലേ, ഇതിൽ കഴിക്കാം മുക്കിയിട്ട്. ദാറ്റ് ഈസ് തൊവി, പരിപ്പ് കറി. പിന്നെന്താ, ഇത് ഇന്നത്തെ ഒരു കൂട്ടുകറിയാണ് കേട്ടോ. അവരുടെ ജാസിക് ഇന്നൊരു കുറുമ പോലെ ചെയ്തിരിക്കണം. വെജിറ്റബിൾസ് മസ്റ്റേർഡൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റാണ്. ഉടുപ്പി സാമ്പാറിനെ ബീറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. റൈസിന് പക്ക കോമ്പിനേഷൻ. റൈസിനെ കണക്കാക്കി ഇതിനകത്ത് വഴുതനങ്ങ മാത്രം ചേർത്തിട്ടുള്ള സാമ്പാറാണ്. അതിൻ്റെ അപ്പളം, നമ്മുടെ വറുത്തരച്ച സാമ്പാർ പോലെ ആ ഒരു ടേസ്റ്റാണ്. ഇച്ചിരി മധുരവും. സൂപ്പർ. നമ്മുടെ തോരൻ പോലെ തന്നെ ഉള്ളൂ. ബീറ്റ്റൂട്ട്, ഇതാണ് ഡ്രൈ വെജിറ്റബിൾ. എല്ലാത്തിലും മസ്റ്റാർഡിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഇത് ഇവരുടെ സാറ്. സാറ് മീൻസ് ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് രസം. രസം തന്നെ. എന്താ ടേസ്റ്റ്? അതിനൊരു മധുരവും പുളിയും എരിവും. സൂപ്പർ. സാർ ഇസ് ഓൾസോ വെരി നൈസ്. അതും വെറുതെ കുടിക്കാം, അല്ലെങ്കിൽ ചോറിലേക്ക് ഒഴിച്ചു വരും. അടിപൊളി. ഓ, എന്ത് സുഖം വെജിറ്റേറിയൻ വിളിച്ച് കഴിക്കുമ്പോൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോൺ വെജ് കഴിക്കാനാട്ടോ പോണേ. ഫിഷ്, നമ്മുടെ സീ ഫുഡ് ലഞ്ച്. അതിന് ശകലം എന്താ പറയുക, ഇച്ചിരി സ്ഥലം ബാക്കി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് അച്ചാർ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, പഞ്ചസാരയും വെച്ചിട്ടുണ്ട്. അറിയാം, ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു തൈരിൽ പഞ്ചസാര ഇട്ട് കഴിക്കുമായിരിക്കും. നോർമലായിട്ടുള്ള നാരങ്ങ. നാരങ്ങ മാങ്ങ എല്ലാം കൂടെ മിക്സ്. അവരൊക്കെ പിക്കൽ പോലെ. അടിപൊളി ലഞ്ച്. മസ്റ്റ് ട്രൈ ആട്ടോ. താലി മീൻസ് നോർത്ത് ഇന്ത്യൻ താലി ഉണ്ട്, അതും നല്ലതാണ്. സൗത്ത് ഇന്ത്യൻ ഇങ്ങനെ വെറുതെ കാറ് ഓടിയ. ഓ, എന്ത് ടേസ്റ്റാപ്പാ. അത് സാമ്പാറിൻ്റെ ചാറും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് സാമ്പാർ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ ചോദിച്ചാൽ സെക്കൻഡ് ഫിനിഷ്. തൈര് വലിയ പുളിയൊന്നുമില്ല, കറക്റ്റ് പുളി. അതും അച്ചാറാണ് കോമ്പിനേഷൻ. എല്ലാം കഴിഞ്ഞിട്ട് പായസം പ്ലസ് പിന്നെ ഒരു ഐസ്ക്രീം. യമ്മി യമ്മി ഫുഡ്. അപ്പോൾ റൈസ് ഞാൻ ഒരു കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, കുറച്ച് സ്പേസ് വേണം. പായസം ഇത് നമ്മുടെ പാൽപ്പായസം പോലെ റൈസിൽ ഹീർ. ഓക്കെ, എനിക്ക് തോന്നണം മാറിക്കൊണ്ടിരിക്കും, ഓരോ ദിവസം ഓരോന്നായിരിക്കും മെനു. ഇത് പക്ഷേ തേങ്ങാപ്പാലാട്ടോ ഒഴിച്ചിരിക്കുന്നത് റൈസിൽ, പഞ്ചസാരയും തേങ്ങാപ്പാൽ. യെസ്, നൗ വെയിറ്റ് ഫോർ ദ ഐസ്. താങ്ക് യു. ഇതാണ് അമേരിക്കൻ ചോക്കോനട്ട് ഐസ്ക്രീം. ഇത് കുറച്ച് ഫേമസ് ആണ് ഇവിടുത്തെ വുഡ്ലാൻഡ്സിൽ. ഞാനത് നേരത്തെ പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ്. ഇത് ഇവിടെ വന്ന് ഇത് കഴിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെഫറൻസ് കിട്ടിയിട്ടാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ അല്ലേ, നല്ലൊരു സ്ലാബ് ഓഫ് വാനില ഐസ്ക്രീം, അതിൻ്റെ മേലെ ചോക്ലേറ്റ് സോസും കുറേ നട്ട്സും, ഫ്രൈഡ് നട്ട്സ്. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ചോക്കോനട്ട്സ് കഴിച്ച് തുടങ്ങിയാലോ. A slab of vanilla with the chocolate sauce and the nuts. എൻ്റെ അമ്മോ, എന്തല്ലേ കാണുമ്പോൾ അറിയില്ലേ. വാ, യമ്മി യമ്മി. ഇങ്ങനെ നട്ട്സും റോസ്റ്റഡ് നട്ട്സും എല്ലാം വിത്ത് ചോക്ലേറ്റ് സോസ്. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മീലായിരുന്നു. ലൈറ്റ് ആയിട്ട് സ്റ്റമക്കിൽ വളരെ ലൈറ്റ് ഫീലിങ്. ചോറ് കുറച്ചേ കഴിച്ചോളൂ, പക്ഷെ നല്ലൊരു സിമ്പിൾ വെജിറ്റേറിയൻ താലി മീൽസ് ലഞ്ചും ബ്യൂട്ടിഫുൾ ഡിസേർട്ട്. മസ്റ്റ് ട്രൈ ആയിട്ട് വരികയാണെങ്കിൽ ഉടുപ്പിയിൽ വുഡ്ലാൻഡ്സിൽ വരിക. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, അതായത് ഒരു മിനി മീൽസോ അല്ലെങ്കിൽ എന്തൊരു സൗത്ത് ഇന്ത്യൻ താലി മീൽസ് എടുക്കുക, ഉടുപ്പി സ്റ്റൈൽ. ആൻഡ് ദിസ് അമേരിക്കൻ ചോക്കോനട്ട്സ്. ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും തിരക്കുള്ള സമയം. കഴിച്ചു തീർക്കും. ടോട്ടൽ ബിൽ ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ, 493 ഉള്ളി.
നല്ലൊരു താലി മീൽസ്, സൗത്ത് ഇന്ത്യൻ ഉടുപ്പി മിനി മീൽസും, അതായത് 2 മിനി മീൽസ് മേടിച്ചിരുന്നു, ഒരു ഐസ്ക്രീം. ഇനി അടുത്ത സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും ബാക്കി ആൾക്കാർ കഴിക്കുന്നത്. നോൺ വെജ് വേണമെന്നുള്ളവർക്ക് അവിടെ നിന്ന് കഴിക്കാം. എൻ്റെ കൂടെ ഉള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത്. വെജ് കഴിക്കാൻ ആഗ്രഹിച്ചാൽ എന്നോടൊപ്പം ഇവിടെ കഴിച്ചു. ഞങ്ങൾ 4 പേരാണേ. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ 2 മീൽസും ഒരു ഐസ്ക്രീം കൂടി 493 ഒന്നും. നൈസ്, വിലയും കുറവും, നല്ല ഭക്ഷണം, ഹാപ്പി, സാറ്റിസ്ഫൈഡ്. ഇവിടെ തന്നെ നമുക്ക് QR കോഡ് ഉണ്ട്, നമുക്ക് എളുപ്പമായി. പേയ്മെന്റ് ഈസി, ബില്ലിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇറങ്ങാം. അടുത്ത സ്ഥലം 3 മണി വരെ ഉള്ളൂ. ഇതിപ്പോ 1:45 ആയി. ഇത് മാൽപ്പയ്ക്ക് അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്, മഹാലക്ഷ്മി. ഇവിടുത്തെ ക്രൗഡ് അതിഭീകരം. താഴോട്ടേ ഈ സ്റ്റെപ്സ് തൊട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണ്, ടോക്കണൊക്കെ എടുത്തിട്ട്. സീറ്റ് ഒഴിയുന്നതനുസരിച്ച് ആൾക്കാർക്ക് സീറ്റ് കൊടുക്കും, വിളിച്ച് പറയും. കണ്ടു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പോൾ 1:45, ഞാൻ 1 o'clock വന്നതുകൊണ്ട് ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. അപ്പോഴും തിരക്കായിരുന്നു. എങ്കിലും അടുത്ത കൂടെ മഹാലക്ഷ്മി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അത് മാൽപ്പയ്ക്ക് അടുത്താണ്, 7 കിലോമീറ്റർ പോകണം. പക്ഷെ അത് 3 മണിക്ക് തീരും. അതിന് മുന്നേ ഓടിയെത്തണം. കാറൊക്കെ മൈ ഗോഡ്, എന്തൊരു വെയിൽ! ഇത് 1961 മുതലുള്ള ഹോട്ടലാണ്. ചെറിയ അറ്റകുറ്റപ്പണികളും റെനോവേഷനൊക്കെ നടന്നിട്ടുണ്ടാകണമല്ലോ. കാര്യം മുകളിലേക്ക് ഹോട്ടൽ റൂംസും ഒക്കെയാണ്. സിൻസ് 1961 എഴുതിയിട്ടുണ്ട്. ഹോട്ടൽ മഹാലക്ഷ്മി. നമുക്ക് മഹാലക്ഷ്മി എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ ഇതൊരു വെജിറ്റേറിയൻ ആണ്, അങ്ങനെയല്ല, സീ ഫുഡാണ്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ. മാംഗ്ലൂർ, ഉടുപ്പി വന്നു കഴിഞ്ഞാൽ പേര് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ടുള്ള കടയായിരിക്കും, പക്ഷെ നോൺ വെജ് ആയിരിക്കും കൂടുതൽ. ഒരു പ്രശ്നമില്ല. ഇതൊരു ഫേമസ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്തൊക്കെയാണ്, ഞാനൊരു ചെറിയ ഭക്ഷണം കഴിക്കാണ് വന്നത്, അറിയാമല്ലോ അല്ലേ. ഇവിടെ എല്ലാം നോർമലായിട്ട്, ഇപ്പോൾ ഉടുപ്പിയിലാണെങ്കിലും മാംഗ്ലൂരാണെങ്കിലും സീ ഫുഡിൻ്റെ ഐറ്റംസ് കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ബങ്കട വെച്ചിട്ട് പുളിമൂഞ്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിഷ് കറി പോലെയാണ്. ബങ്കട മീൻസ് അയല. പിന്നെ തവ ഫ്രൈ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പൊടിയൊക്കെ ഉണ്ടാവും അതിനകത്ത്, മുരിഞ്ഞ് വരുന്ന മസാലയൊക്കെ ആയിട്ട്. പിന്നെ മസാല ഫ്രൈ വേറെ ഉണ്ട്, അത് മസാല പൊഴിഞ്ഞിരിക്കുന്നത്, കുറച്ചുകൂടെ സെമി കട്ടിയുള്ള മസാല. പിന്നെ റവ ഫ്രൈ, ഏത് മീനാണെങ്കിലും റവയിലും കൂടി കോട്ട് ചെയ്തിട്ട് വറുക്കുന്ന പരിപാടി. അങ്ങനെയുള്ള കുറേ കാര്യമുണ്ട്. ഇവർക്കിവിടെ യട്ടി മീൻസ് പ്രോൺസ്, പിന്നെ സ്ക്വിഡ് ഉണ്ട്, ബോണ്ടാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഗീ റോസ്റ്റ് കിട്ടും, സുക്ക കിട്ടും, മസാല കിട്ടും, പിന്നെന്താ ചില്ലി പെപ്പർ, അങ്ങനെ എല്ലാം കിട്ടും. പിന്നെ ഇവർക്ക് ഗീ റോസ്റ്റ് തന്നെ ക്രാബ് ഗീ റോസ്റ്റും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് തട്ടേ ഫിഷ് ആൻഡ് തുറക്കെ വെച്ച സ്ട്രിംഗ് റേ, ഇത് നമ്മുടെ തെരച്ചി മീനിൻ്റെ പരിപാടിയുണ്ട്. അതിൻ്റെ കെബാബ് കുറേ ഉണ്ട്. തട്ടേ ഫിഷ് വെച്ച് കെബാബ്, ഗീ റോസ്റ്റ്, ചില്ലി, പിന്നെ എഗ് മസാല പോലത്തെ ഉണ്ട്. പിന്നെ ബിരിയാണി ഉണ്ട് ഇവർക്ക്, പ്രോൺസിൻ്റെ ബിരിയാണി ഉണ്ട്, ഫിഷിൻ്റെ ബിരിയാണിയുണ്ട്. ഒരു ചേഞ്ച് നമുക്ക് ബിരിയാണി വാങ്ങിക്കാം അല്ലേ. ഫിഷ് താലി മീൽസ് ഉണ്ട്, ഫിഷ് മീൽസ് ചെറിയ പൈസ, 50 രൂപ. ഫിഷ് മീൽസ് മസാല ഫിഷും കൂടെ ചേർന്ന് വരുന്നതാണെങ്കിൽ 60 രൂപ, വളരെ ചെറിയതാണ്. ഈ എക്സ്ട്രാ വാങ്ങിക്കുന്നതിനാണ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നത്. അല്ലാതെ നോർമലായിട്ട് ഒരാൾ വന്ന് ഫിഷ് കറി മീൽസ് എന്ന് പറഞ്ഞാൽ 50 രൂപ കൊടുത്താൽ മീനിൻ്റെ ചാറോട് കൂടി ഒരു മീൽസ് കിട്ടും. ഫിഷ് മസാലയും കൂടി ചേർത്തുള്ളൊരു, അതായത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു മീൽസ് തരികയാണെങ്കിൽ 60 രൂപ, അത്രയൊക്കെ ഉള്ളൂ. വെജിറ്റേറിയൻ മീൽസിന് 50. കമ്പാരിറ്റീവ്ലി ഭയങ്കര വിലക്കുറവാണ് എല്ലാം. പിന്നെ നീർദോശയുണ്ട് വേണമെങ്കിൽ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രോൺസിൻ്റെ ഒരു ബിരിയാണി പറയാം. ഓക്കെ, ആൻഡ് പിന്നെ കുറച്ച് സൈഡായിട്ടുള്ള എന്തെങ്കിലും എക്സ്ട്രാ പറയാം. ഇത് കഴുകിയ ഇലയാണ്, എങ്കിലും നമ്മളൊന്ന് ചെറുതായിട്ട് ഇലയില ഊണാണ്. ഒരു താലം നിറച്ച് മീൻ വറുത്തത്, മറ്റേ എന്താ പറയുക, തവ ഫ്രൈയും പിന്നെ റവ ഫ്രൈയും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും. അത് നോക്കിയിട്ടാണ് ആൾക്കാർ സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്യുന്നത്. ഞാനല്ലാണ്ട് മെനു നോക്കിയിട്ട് പറഞ്ഞു, പക്ഷെ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ആ താലത്തിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഏതേത് ഫിഷ് എന്ന് പറഞ്ഞു തരും കേട്ടോ. എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് പേരാണ്. നമുക്കറിയുന്നതും നെമ്മീൻ അറിയാം, വൈറ്റ് പോംഫ്രെറ്റ് അറിയാം. ദിസ് ഇസ് വൈറ്റ് സിൽവർ ഫിഷ്, നമ്മുടെ കൊഴുവ പോലെ. കിങ് ഫിഷ്, ലേഡി ഫിഷ്, കാണി, മോദ. ഓക്കെ, മോദ. Popia. Okay, popia.
This is small pop. The Murumin and Bakra. മുറുമീൻ. Yeah, it's a Patukudi. പട്ടിക്കുട്ടി ഇതാണല്ലേ? ഇവര് പട്ടിക്കുട്ടി എന്ന് പറയും മുറുമീൻ. പിന്നെ ഇത് നമ്മുടെ അയല ബങ്കട. പിന്നെ കുറേ ഉണ്ട്. ഇതെല്ലാം തവ ഫ്രൈ ആണ് കേട്ടോ. നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണ് സാധനം ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ, താങ്ക് യു. കൊണ്ടുവരും ഫ്രഷ് ആയിട്ട്. സ്ക്വിഡ് കൊണ്ടുള്ള ചുക്ക. നമ്മുടെ അവിടെ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു ടൈപ്പാണ്. എന്ന് വെച്ചാൽ ഈ തോരൻ്റെ ഭാഗത്തിനാണ് തേങ്ങ വരുന്നത്. ഈ മാംഗ്ലൂരിയൻ ഈ സ്റ്റൈലിലൊക്കെ വരുന്ന കോസ്റ്റൽ കർണാടകയുടെ സുക്ക, അതിന് തേങ്ങ ഇങ്ങനെ വരും. അത് കണവ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇതിൽ ഏത് മീൻ വേണമെങ്കിലും ചെല്ലും. ഇത് പ്രോൺ ബിരിയാണി എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കോസ്റ്റൽ കർണാടകയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ബിരിയാണി കഴിക്കുന്നത്. അപ്പോൾ ഇവരുടെ ബിരിയാണി എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ദിസ് ഈസ് പ്രോൺ ബിരിയാണി. വാ, കുറേ കൊഞ്ചൊക്കെ ഉണ്ട്, മസാലയൊക്കെ അകത്താണ്. സോ മെനി പ്രോൺസ്. മസാല ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ സ്ക്വിഡിൻ്റെ സുക്ക, ഇതാണ് സംഭവം. ഓക്കെ, അവരുടെ മസാല നോക്കട്ടെ. ബിരിയാണി മസാല എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. പ്രോൺസ് നോക്കിയാൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ഒരു ബിരിയാണിയുടെയും ടേസ്റ്റ് അല്ല, ഡിഫറെൻ്റ് ആണ്. ഇത് ഇവരുടെ തന്നെ സ്പെഷ്യലാണ്. അവരുടെ സ്പെഷ്യൽ മസാല ബിരിയാണി. സലാഡ്, റീത്ത, ഒരു ചട്നി പോലെ ഒരു പിക്കിളിന് പകരമാണെന്ന് ചട്നി പോലെ അങ്ങ് തരും. നോക്കട്ടെ, ഒരു ചട്നി കേട്ടോ, നൈസ്. ബിരിയാണി, ഫിഷ് ബിരിയാണി ആണെങ്കിലും പ്രോൺ ബിരിയാണി ആണെങ്കിലും സെയിം മസാല തന്നെ ആയിരിക്കും. ഇനി കണവയുടെ ടേസ്റ്റ് അറിയണ്ടേ? പറഞ്ഞുതരാമേ. വെരി നൈസ്. സ്ക്വിഡ് സുക്ക. ഇനി ഒരു റവ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. ഒരു മീൽസും അതിൻ്റെ കൂടെ ഒരു റവ ഫ്രൈ പറഞ്ഞു. മീൽസ് പക്ഷെ ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കും. ഇത് സിൽവർ ഫിഷ് റവ ഫ്രൈ. നമ്മുടെ നെത്തോലി പോലെ ഇരിക്കും. നെത്തോലി ഓൾമോസ്റ്റ്. ഇത് നമ്മൾ മാംഗ്ലൂരിൽ ഫിഷിംഗ് ഹാർബറിൽ കണ്ടാണ്. കുറച്ചുകൂടെ പരന്നിരിക്കും, നല്ല വൈറ്റ് കളറിൽ. ഇവരിതിനെ ലേഡി ഫിഷ്, സിൽവർ ഫിഷ് എന്ന് പറയും. നല്ല സോഫ്റ്റാണ്. റവ ഫ്രൈ. ഞാനൊരു റവ ഫ്രൈ. അപ്പം നല്ല ക്രിസ്പി ഉണ്ട് ഔട്ട്സൈഡ്. ഇവിടെ നെത്തോലിയൊക്കെ പോലെ അതിൻ്റെ സെയിം ഫാമിലിയാണ്. വെളിയിൽ ഇങ്ങനെ ഒരു സ്നാക്ക് പോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കഴിക്കണ്ടേ. വെരി നൈസ്. ഈ റവ ഫ്രൈ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും ഈ കോസ്റ്റൽ കർണാടകയുടെയാണ്. മാംഗ്ലൂർ, ഉടുപ്പി, ഇവിടുത്തെ സീ ഫുഡിൻ്റെ ഭാഗമാണ്. ഗീ റോസ്റ്റ്, റവ ഫ്രൈ, ഇതൊക്കെ. പുളിമൂഞ്ചി, അത് കറി. റവ ഫ്രൈ എന്താണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്ത കാര്യങ്ങൾ. ടേസ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ് മഹാലക്ഷ്മി റെസ്റ്റോറൻറ്റ്, മാൽപ്പി. ഓക്കെ, നല്ലത്. ഞാൻ അവരുടെ കാർഡൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വരുമ്പോൾ ലിങ്ക് അയച്ചു കൊടുക്കാം. വളരെ കുറച്ച് പൈസയേ ഉള്ളൂ കേട്ടോ. 640 അങ്ങനെ എത്ര ആയിട്ടുള്ളൂ. ഒരു ബിരിയാണി, 2-3 ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം, മീൽസൊക്കെ വാങ്ങിച്ചു. എൻ്റെ കൂടെ ഉള്ളവർക്കും എല്ലാം മേടിച്ചു. ഞാൻ കുറച്ച് കഴിച്ചു. ഓക്കെ, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കുക വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് പോണു. ഇങ്ങനെ വെയിൽ ഇങ്ങനെ കത്തി കിടക്കുകയാണ്. ഈ സമയത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്യാപ്പ് എടുത്തിട്ടേ നമുക്കിനി അടുത്ത ബാക്കി ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ സന്തോഷം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കഴിക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു എന്താ പറയുക, ഒരു പോയിൻ്റർ പോലെ. നിങ്ങൾക്കൊരു ചെറിയ മാംഗ്ലൂർ, ഉടുപ്പി ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്, പറയുന്നത്. ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇതാണ് ബെസ്റ്റ് പ്ലേസ്, ഒരു റിവ്യൂ പോലെ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സന്തോഷം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ